വീട്ടിലിരുന്നുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം കേട്ടോ. എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് വാഷ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഹാൻഡ് വാഷിന്റെ 3 ലിറ്ററിന്റെ കിറ്റാണ് നമുക്ക് ഏറ്റവും കുറവിന്റെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്നോടെ ഒന്ന് കുറച്ച് 1.5 ലിറ്ററിന്റെ കിറ്റോടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറെ കസ്റ്റമേഴ്സ് ആയി പറയുന്നു വീട്ടിലേക്ക് ആവശ്യമാണ്, അപ്പൊ 3 ലിറ്ററിന്റെ ആവശ്യമില്ല, കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞ കിറ്റ് തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ദേ നിങ്ങൾക്കായിട്ട് നമ്മൾ കുറഞ്ഞ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കുറവ് നമുക്കിപ്പോ 1.5 ലിറ്റർ ആണ് കേട്ടോ. ഇത് നമുക്ക് പേർലിയിൽ വരുന്ന ഹാൻഡ് വാഷ് ആണ്. അപ്പൊ എങ്ങനെയാ മേക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ മേക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. 3ന്റെയും അതുപോലെ തന്നെ അത് നമ്മുടെ മെത്തേഡ് തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ വരുന്നത്. 3 ലിറ്ററിന്റെയും അതുപോലെ തന്നെ 1.5 ലിറ്ററിന്റെയും കേട്ടോ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കോമ്പൗണ്ട് വരുന്നുണ്ട്, അതിലേക്കുള്ള സാൾട്ട്, കളറ്, പിന്നെ ഫ്രാഗ്രൻസ്, ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് വാട്ടർ ആണ് വേണ്ടത്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ 1/2 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്, ഈ ഒരു പാത്രത്തിൽ നമ്മൾ 1/2 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ചെറിയ പാത്രത്തിലേക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും ചെറിയ പാത്രത്തിലേക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, എന്നാലാണ് വലിയ പാത്രത്തിലാണ് നമ്മളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പൊ സാൾട്ട് മിക്സ് ചെയ്യാം, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ കിറ്റ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. തൃശ്ശൂർ വരടിയത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ 1.5 ലിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നമുക്കൊരു 3 മാസമൊക്കെ നല്ല തിക്കുള്ളതാണ് കേട്ടോ അത്. അതുകൊണ്ട് ഒരു 3 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് 1/2 ലിറ്റർ വെള്ളം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ പേർലിയിൽ ചെയ്യുമ്പോഴും ട്രാൻസ്പെറന്റിൽ ചെയ്യുമ്പോഴും രണ്ട് ഭംഗിയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോമ്പൗണ്ട് കുറച്ച് തിക്കായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബോട്ടിൽ നിന്ന് മൊത്തമായിട്ട് വടിച്ചെടുക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കിറ്റുകൾ മേടിച്ച് ആദ്യം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ സക്സസ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വലിയ കിറ്റുകളൊക്കെ മേടിച്ച് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇത് ഹാൻഡ് വാഷിന്റെ മാത്രമല്ല, നമുക്ക് ബാക്കി എല്ലാ ഐറ്റംസിന്റെ കിറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കോമ്പൗണ്ട് നല്ല രീതിയിൽ നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നല്ല രീതിയിൽ മിക്സ് ആവണമെങ്കിൽ നമ്മൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സാൾട്ട് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ഹാൻഡ് വാഷ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിങ്ക് കളറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ പിങ്ക് കളർ കാണാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക്. അപ്പൊ നല്ല പോലെ മിക്സ് ചെയ്താലാണ് എല്ലാം ഇതിൽ സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. കോമ്പൗണ്ടും അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഇതിൽ നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഈ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ കളർ കാണാനായിട്ട്. എന്തൊരു ഭംഗിയാ നോക്കിയേ. നമ്മുടെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന പേർലിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരം ഭംഗിയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറിലും ഫ്രാഗ്രൻസിലും വേണമെങ്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ കിറ്റ്. അതുപോലെ ഡിഷ് വാഷ്, ഫ്ലോർ ക്ലീനർ, ഫിനോയിൽ, ലിക്വിഡ് ഡിറ്റർജന്റ്, കംഫർട്ട്, ഇതിന്റെ ഒക്കെ കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം മേക്ക് ചെയ്തിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് സക്സസ് ആയില്ല പക്ഷേ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്തൂടെ. എന്തായാലും സക്സസ് ആവും. ഇനി നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാതിരിക്കുള്ളൂ കേട്ടോ. നമ്മൾ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഓരോ ഐറ്റംസും കിട്ടും. അപ്പൊ ഇനി കുറച്ചു നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതിൽ ബബിൾസ് കണ്ടില്ലേ, ഈ ബബിൾസ് മാറണമെങ്കിൽ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇനി ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ.
ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ബബിൾസ് ഒക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് അല്ല, ഇത് പേർലി ആയി കാരണമുണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓരോ ബോട്ടിൽസിലേക്കും മാറ്റാം. ഇത് 100 ml ബോട്ടിലാണ് കേട്ടോ ഹാൻഡ് വാഷ് ഞാൻ നിറയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, നമുക്ക് ചെറിയൊരു രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റികളിൽ കിട്ടും. നിങ്ങൾ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കി നോക്കുക. പിന്നെ നിങ്ങളിത് പുറത്തോട്ട് സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ലൈസൻസ് എടുക്കണം പുറത്തോട്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ സക്സസ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് സെയിൽ ചെയ്യാനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഷോപ്പിലൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ വയസ്സായി പുറത്തേക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ടാവും. അവർക്കൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ ഓരോ വീഡിയോസ്. നിങ്ങൾക്ക് കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നവരുണ്ട്, സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. ആ കമൻറ്റ്സ് കാണുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കൂടെ അതൊരു പ്രചോദനമായിട്ട് മാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ക്ലീനിങ് പ്രോഡക്റ്റിൻ്റെ കിറ്റുകളും ഉണ്ട്, സോപ്പ് മേക്കിംഗ് കിറ്റുകളുണ്ട്, ഷാംപൂ മേക്കിംഗ് കിറ്റുകളുണ്ട്, അങ്ങനെ ഒരുപാട് കിറ്റുകളുണ്ട്. കിറ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്ത് വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ലാബിലൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 100 ml ബോട്ടിലിൽ നമ്മളിതേ ഇതുപോലത്തെ സ്റ്റിക്കറാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ എല്ലാ ബോട്ടിൽസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൊറിയർ അയക്കാനായിട്ട് വലിയ വലിയ ബോട്ടിൽസ് ആകുമ്പോൾ കൊറിയർ ചാർജ് കൂടുതലായിരിക്കും. നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മേടിച്ച് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ബോട്ടിൽസൊക്കെ ആണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ കൊറിയർ വഴി. അതുപോലെ തന്നെ കിറ്റുകളും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് വരുന്നത് 1.5 ലിറ്ററിൻ്റെ കിറ്റാണ് കേട്ടോ. അപ്പോൾ കിറ്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഇപ്പോൾ വീട്ടാവശ്യത്തിനായിട്ടും ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റുകൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും ലാഭത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല കിടുക്കാച്ചി വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ. ബൈ.